വെറ്ററിനറി മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡെലിവറൻസിന് ദൈവവചനം. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയും ഒരു 3-4 എപ്പിസോഡിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ആ എപ്പിസോഡ്, നേരത്തെ ഉള്ള എപ്പിസോഡിനകത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ വെറ്ററിനറി മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിൽ 54 തൊട്ട് 70 വരെയുള്ള എപ്പിസോഡിലാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത്രയും സമയം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽഡായിട്ട് ഇനി നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ചുരുക്കമായിട്ട് പരിശുദ്ധാത്മാവ് ഏത് രീതിയിലാണ് നമ്മളെ ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റീസും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞ് ഡീറ്റെയിൽഡായിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുന്ന എപ്പോഴാണ്? അവൻ വീണ്ടുജന്മം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇല്യൂമിനേഷൻ, പരിശുദ്ധാത്മാവാണ് ഒരുത്തനെ രൂപാന്തരപ്പെടുത്തുന്നത്. അന്നേരം പരിശുദ്ധാത്മാവിൻ്റെ ഇല്യൂമിനേഷൻ അവിടെ വരികയാണ്. വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? പാപത്തെക്കുറിച്ചുള്ള ബോധം വരും. അതൊരു റിപ്പൻറ്റൻസിലേക്ക് നയിക്കും. അയ്യോ, ഞാനിങ്ങനെ ജീവിച്ചാൽ പോരാ, ഇത് ഏറ്റു പറയണോ, അല്ലെങ്കിൽ എനിക്ക് ശിക്ഷയുണ്ട്, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് ഇത് ഏറ്റു പറഞ്ഞ് അനുതാപ ഹൃദയത്തോടെ ഏറ്റു പറഞ്ഞിട്ട് അതങ്ങ് നിർത്തുകയല്ല, അവിടെ ഇതുവരെയും പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്ന പിശാചിനെ കളഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അത് നമ്മൾ തലയിലുള്ളൊരു അറിവായിട്ടല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ നമുക്കൊരു അനുതാപം വന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഏറ്റു പറയാം. എന്നിട്ട് നമ്മളത് ഏറ്റു പറയണം. അതും പറയുന്നുണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ വിറ്റ്നസ് ചെയ്യണം, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ്. അപ്പോഴാണ് ആ ബോൾഡ്നെസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, അതിനോട് ചേർന്നൊരു പബ്ലിക് ഡിക്ലറേഷനാണ് ബാപ്റ്റിസം. അതും ചെയ്യുമ്പോൾ ആണ് എല്ലാ പബ്ലിക്കും അറിയും അവൻ രക്ഷിക്കപ്പെട്ടതാണ് എന്നറിയപ്പെടുന്നത്. ഇത് ആണ് പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഓക്കെ, അത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്. അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കും, ഓരോ വ്യക്തിയോടും സംസാരിക്കും. എവിടെയാണ് സംസാരിക്കുന്നത്? നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനോടാണ് പറയുന്നത്. മനസ്സാണല്ലോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, നമ്മളെ ഇമോഷൻസും വില്ലും എല്ലാം, തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന മനസ്സ് വഴിയല്ലേ. മനസ്സാണ് തീരുമാനിക്കുന്നത്, പോകണം പോകണ്ട, ചെയ്യണം ചെയ്യേണ്ട. അത് മനസ്സ് പറയുന്നതനുസരിച്ചല്ലേ ബോഡി കേൾക്കുന്നത്. അതായത് ഈ മനസ്സിനോടാണ് ഇത് സംസാരിക്കുന്നത്. അത് ദൈവാത്മാവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഡെലിവറൻസ് ഉണ്ടാവുള്ളൂ. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവാത്മാവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. നമ്മുടെ ആത്മാവ് സംസാരിക്കുന്നത് ചില മനുഷ്യൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. എന്നോട് തന്നെ ഞാൻ സംസാരിക്കാറുണ്ട്, അല്ലേ? ആ സംസാരമൊക്കെ എന്തായിരിക്കും? ഞാനൊന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായിരിക്കും എന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കുന്ന ജനറലി ഉള്ളത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സും ആ രീതിയിലായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? ഇത് കൂടാതെ പിശാച് സംസാരിക്കുന്നുണ്ടാവും. പിശാച് പുറത്തു നിന്ന് ഇങ്ങനെ സംസാരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മളെ എന്തോരം പറയുന്നത്, അല്ലർ ചെയ്ത് നമ്മളെ അട്രാക്റ്റ് ചെയ്ത്, അത് നല്ലതാ, നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ കൂടി അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മളെ അതിനകത്ത് എൻറ്റൈസ് ചെയ്യും, നമ്മളെ അതിനകത്തേക്ക് അതാണ് പിശാചിൻ്റെ സംസാരം. ദൈവത്തിൻ്റെ സംസാരം എന്താ? ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവ് നമ്മളോട് പറയുന്നത്. ആത്മാവ് സാധാരണ നമ്മളോട് പറയുന്നത് ദൈവവചനത്തിൽ കൂടിയാണ്. എന്നാലും ആത്മാവ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതെങ്ങനെയാണ് കേൾക്കുന്നത്? ദൈവവചനത്തിന് ഒരിക്കലും വിപരീതമായി ആത്മാവ് നമ്മളോട് സംസാരിക്കത്തില്ല. ദൈവഹിതത്തിലാണോ അത് എന്നുള്ള ചോദ്യം നമുക്ക് വരും. പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവഹിതത്തിൽ നിന്നാണോ? ആ ഒരു ചിന്ത വരുന്നത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവാണ് തരുന്നത്. അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്?
ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ചെയ്യാൻ പോകുമ്പോൾ കർത്താവേ അത് ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയും അത് ദൈവഹിതത്തിൽ നിന്നാണോ? ദൈവഹിതം എവിടുന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പാസ്റ്റർ പറഞ്ഞിട്ടാണോ ദൈവഹിതം മനസ്സിലാക്കുന്നത്? അതോ പ്രാർത്ഥനയിൽ കൂടെയാണോ ദൈവഹിതം മനസ്സിലാക്കുന്നത്? ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് നമുക്കുള്ളത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡാണ്. അതാണ് അതിൻ്റെ പവറിൻ്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു വെളിപ്പാടുണ്ടാവുള്ളൂ. നീയും ഞാനും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ ദൈവഹിതത്തിന് പ്രയോജനമായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തമിഴൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വരത്തൊന്നുമില്ല. പിന്നെ ചില അത്ഭുതകരമായിട്ട് ചില റെവലേഷൻസ് ഒക്കെ വരാം. ആണ് അത് ആദിമ സഭയിൽ വന്നിട്ടുണ്ട്. ആദ്യം ആ ദൈവവചനം അത്ര ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് ദൈവവചനമൊക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ ദൈവം ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ നടത്തിയിട്ട് ചില വെളിപ്പാടുകളൊക്കെ കൊടുക്കണം. എന്നാൽ നിങ്ങളും ഞാനും ഈ 1900 തൊട്ട് ദൈവവചനം നമ്മുടെ ഭാഷയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുമ്പോഴേ 10, 100, 125 വർഷമായിട്ട് ഈ ദൈവവചനം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോഴേ ദൈവവചന പ്രകാരം നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? നമ്മളാരാണ് ഉത്തരവാദി? അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംസാരിക്കണം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 12:3 ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. യേശു പരിശുദ്ധാത്മാവിനല്ലാതെ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ, ദൈവാത്മാവിൽ സംസാരിച്ചു തുടങ്ങണം. അതാണ് നമ്മുടെ ഒരു വലിയൊരു അംബിഷൻ. ഹലോ, ഡെലിവറൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജീവിതത്തിലെ നിരാശയുടെ ഘട്ടങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, പൈശാചിക കെട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതിനകത്ത് നിന്ന് വിടുതലിന് വേണ്ടി വേറെ പ്രാർത്ഥനയുണ്ട്. അത് പിന്നെ നമ്മളത് പറയും. നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം എൻ്റേത്. അതിന് ഞാൻ ആത്മാവിനാൽ സംസാരിക്കുന്നവനാകണം. ആത്മാവ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് നേരത്തെ ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്ന് പറഞ്ഞു. ഈ യോഹന്നാൻ്റെ സുവിശേഷം 15, 16 അധ്യായങ്ങളിലെ പല വാക്യങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ യേശുക്രിസ്തു ശരിക്കും ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ 1-2 നമുക്ക് പെട്ടെന്ന് വേണ്ടി ഞാൻ വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ തന്നെ അത് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളെ ദൈവം തരുന്ന ആലോചന നിങ്ങളെ ബുക്കിനകത്ത് നോട്ടിനകത്ത് എഴുതി വെക്കുക. ദയവായിട്ട് നിങ്ങളിതെല്ലാം നോട്ടിൽ എഴുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് എഴുതിയാലും നിങ്ങൾക്ക് പ്രയോജനമാണ്. കാരണം ഇത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ദൈവം പറഞ്ഞു എന്ന് എഴുതിയതല്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത്. ഇത് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കെട്ടിയിറക്കി തന്നൊന്നുമല്ല. അങ്ങനെ ദൈവം തരുന്നുണ്ട്, ചില ഇൻസൈറ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരുപാട് വായിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ദയവായിട്ട് ഇത് ഞാൻ എല്ലാം ഇത് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് വാക്യങ്ങൾ ചിലത് വായിച്ച് വിട്ടു പോകത്തേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ധ്യാനങ്ങളിൽ നിങ്ങൾ ദൈവവും സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഇത് എടുത്ത് എഴുതിയത് നോക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്താൽ ഒരുപാട് എൻകറേജിങ് ആയിട്ട് നിങ്ങളുടെ ജീവിതങ്ങളെ ബിൽഡപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാൻ 15:26 യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ യേശു പറയുന്ന ഇതാണ്. പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണ്? യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അത് നിങ്ങൾ പിന്നെയും മനസ്സിലാക്കണം. ഈ പരിശുദ്ധാത്മാവ് വരുമ്പം അന്യഭാഷ സംസാരിച്ച് പല കാര്യങ്ങൾ ഡെലിവറൻസ് ഉണ്ട്, വിടുതലുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഈ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് യേശുവിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നും പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കമെന്നും ഒഴുക്കലെന്നും ഒക്കെ പറഞ്ഞാൽ ബൈബിള് നമ്മൾ മുഴുവനായിട്ട് പഠിക്കുമ്പോൾ യേശുവിൻ്റെ അതേ ക്യാരക്ടർ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ആ ബേസിക്കായിട്ടുള്ള ഡോക്ട്രിൻ നമ്മൾ മറന്നു പോരുത്. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. യേശുവിനെ പോലെ ആയിത്തീരാൻ ഒരു പാട്ടില്ലേ, യേശുവെ പോലെ ആകുവാൻ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ,
ഇവയെ കാക്ഷിക്കുന്നു ഞാൻ എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് പറയുന്ന പോലെ യേശുവിനെ പോലെ ആയിത്തീരുവാൻ ആണ് പരിശുദ്ധാത്മാവിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് ഇവിടെയും പറഞ്ഞത്, സത്യാത്മാവ് വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ 16:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 16:7 മുതൽ 11 വരെ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെടുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഒരു പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് എന്താണ്? പാപത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യം വരുത്തും. എന്തുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത്? അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 9-ാം വാക്യത്തിൽ, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട്. അതായത് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ആളുകൾ വിശ്വസിക്കാത്തത് കൊണ്ട്. കാരണം പാപത്തിന് വേണ്ടി യാഗമായി തീരാനാണ് വന്നത്. അതുകൊണ്ട് ഈ പാപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. യേശുക്രിസ്തു പോയി കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവണം. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇന്നും ഡെലിവറൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം തരണം. പാപത്തെക്കുറിച്ച് ഇന്ന് പലർക്കും ബോധ്യമില്ല. കാരണം ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നങ്ങ് ചിന്തിച്ച് ചെയ്യുന്നുണ്ട്. പലതും ചെയ്യുന്നത് ശരിയല്ല. ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതും തെറ്റാണ് പലതും. അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കണം, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ. പാപത്തിൽ തുടരുന്നത് ദൈവത്തിന് ബുദ്ധിമുട്ടാണ്. പാപത്തിൽ തുടരുന്നത് പിശാചിനൊരു ഗേറ്റ് വേ ആണ്. അതുകൊണ്ട് എന്താണ് ഇതിനകത്ത് പറയുന്നത്? ന്യായവിധി, നീതി, ഇത് രണ്ടും ഇല്ലാതെ പോവുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ: ഒന്ന് പാപത്തെക്കുറിച്ച്, രണ്ടാമത് നീതിയെക്കുറിച്ച്, മൂന്നാമത് ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടു, ഓൾറെഡി ജഡ്ജ്, അവനെ വിധിക്കപ്പെട്ടു. എപ്പോഴാണ് വിധിച്ചത്? അവൻ്റെ മേൽ വിക്ടറി എടുത്തു യേശുക്രിസ്തു. അത് നമുക്ക് ആ കൺഫർമേഷൻ, ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്, അബ്രഹാമിനുള്ള വാഗ്ദത്വം എല്ലാം യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് വന്നു. എല്ലാം നിങ്ങളെ സമ്പൂർണ്ണരാക്കിയിരിക്കുന്നു എന്ന തുടക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ, ഡെലിവറൻസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാണ്. നിങ്ങൾ ആദ്യത്തെ ആ എപ്പിസോഡുകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾ പരിപൂർണരാണ്, യേശുക്രിസ്തുവിൽ പരിപൂർണരാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ന്യായം വിധിച്ചു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ ഇതെല്ലാം നിങ്ങളെ അറിയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അത് ദിനം പ്രതി നമ്മൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുമ്പോൾ, ആത്മാവിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവം ബോധ്യം തരും. പാപത്തിലേക്ക് പോകുന്നത് തെറ്റാണ്, നീതിയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ ന്യായവിധിയെക്കുറിച്ചും എല്ലാം പറയും. അതുകൊണ്ട് ഈ 16:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. നിങ്ങളത് മെഡിറ്റേറ്റ് ചെയ്യണം. അതിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ അത് കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആത്മാവ് നമ്മളോട് സംസാരിക്കും, അതുപോലെ ആത്മാവിൽ നമ്മൾ സംസാരിക്കുകയും വേണം. അതാരോടാണ് സംസാരിക്കുന്നത്? ആത്മാവിൽ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇനിഷ്യേറ്റ് ചെയ്ത സംസാരം അതാരോടാണ് സംസാരിക്കുന്നത്? നമ്മുടെ സഹോദരങ്ങളോട്. എന്ന് പറഞ്ഞാൽ റിറ്റാലിയേറ്റ് ചെയ്യുന്ന, കണ്ണിന് പകരം കണ്ണെന്നുള്ളതല്ല. അവൻ ഇങ്ങോട്ട് അടിച്ചെങ്കിൽ അവനോട് ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ടുള്ള ആത്മീയ പ്രേരണ, അതാണ് സംസാരിക്കേണ്ടത്. ചീത്ത വിളിക്കുകയല്ല. അതാണ് പൈശാചികമായിട്ടുള്ള സംഭാഷണം. ആത്മീയ സംഭാഷണം എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുകയല്ല. അവനെ വിളിച്ച് വീട്ടിലിരുത്തി പ്രാർത്ഥിപ്പിക്കാനോ, അവനെ വീട്ടിൽ പോയി അവനോടിരുന്ന് പ്രാർത്ഥിക്കാനോ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കാനോ, അങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്, ആത്മീയമായിട്ടുള്ളത്.
അതുപോലെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മളെ പരിശുദ്ധാത്മാവ് പുതുക്കിക്കൊണ്ടിരിക്കും. ഈ പുതുക്കൽ എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമാണ്. നമ്മളിന്ന് ഇത് തീർന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് ചിന്തിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം, പുതുക്കൽ. ഈ പുതുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് തീരത്തില്ല, കാരണം നമ്മുടെ സമയം ഇവിടെ എൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പുതുക്കൽ എന്ന് പറയുന്നത്, നമ്മൾ ഈ വീടിന് പെയിൻ്റ് അടിക്കത്തില്ലേ, അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. അതുപോലെ നമ്മൾ റിജുവിനേറ്റ് ചെയ്യുക. ഈ ചില ചെടികളൊക്കെ ഫലം കായ്ക്കാതെ വരുമ്പോൾ സൈഡൊക്കെ ക്രോപ്പ് ചെയ്ത് ചെത്തിക്കളഞ്ഞിട്ട് പ്രൂൺ ചെയ്തിട്ട് അതിന് വളമൊക്കെ ഇട്ട് അത് പുതുക്കലേക്ക് വരും. 60 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ ചില ആളിലൊക്കെ ഈ തിരുമലിനൊക്കെ പോകുന്നുണ്ട്. ചില തിരുമലൊക്കെ പോയിട്ട് ഈ ചില കർക്കിടക മാസത്തിലൊക്കെ പോയി ആൾക്കാർ അതൊക്കെ ചെയ്യുന്ന ഞാൻ പലരും കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ശരീരത്തിലൊരു എനർജി പുതുക്കം വരാൻ വേണ്ടി ചെയ്യുന്ന. ഞാനത് എക്സാമ്പിൾ അങ്ങനെയൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിന് നമുക്ക് ഒരു നവീകരണം, ഒരു പുതുക്കം നമുക്ക് തരാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ പലതരമായിട്ടുള്ള ഈ ചെളിയിൽ കൂടെ പോകുമ്പോൾ ദേഹത്തൊക്കെ ഒരുപാട് ചെളികൾ പറ്റാനുള്ള സാധ്യതകളുണ്ട്. ആടിനെ പോലെ ചെളിയിലെ ചാടിയ കരയ്ക്ക് കയറിയ ഭിത്തിയിലൊക്കെ ഇട്ട് ഉരയ്ക്കുന്ന പോലെ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും ചെളികൾ പറ്റാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ട്. ഇവിടെയൊക്കെ നമ്മളെ നവീകരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനിയും വൈകുന്നേരം നമ്മളെ ജീവിതത്തിൽ നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പം നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്ത ചില ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ വീണുപോയതും ചിലപ്പം നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ വേറെ ആരെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ഹലോ, ശ്രദ്ധിക്കുക. നമ്മൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്, അത്രയും നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ വിനയപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ സെൻസിറ്റീവായിട്ട്, എന്ന് വെച്ചാൽ അതിന് പറയുന്ന വേർഡ് സെൻസിറ്റീവാണ്. നമ്മൾ അത്രയും സെൻസിറ്റീവ് ആണെങ്കിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും, നീ അത് ചെയ്ത് ശരിയായില്ല, അത് പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ. അതിന് അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ കർത്താവിനോട് പാപങ്ങളെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോഴേ നമ്മൾ കുറച്ചുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ട്രാൻസ്പെറൻ്റ് ആവും. അതിനാണ് നമ്മുടെ ജീവിതങ്ങൾ കുറച്ചും കൂടെ വൺ മോർ ലെവൽ, കുറച്ചും കൂടെ മേലോട്ട് എന്ന് പറഞ്ഞ് നമ്മളെ ലൈഫ് കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഇതിന് ആണ് പുതുക്കൽ എന്ന് പറയുന്നത്. പുതുകിയിരിക്കും. യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്ക വണ്ണം, അല്ലേ? യൗവനം പുതുകി വരത്തക്ക വണ്ണം എന്ന് പറയുന്ന പോലെ ആ വേർഡ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുക, പുതുകി വരത്തക്ക വണ്ണം. നമ്മുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുന്ന അനുഭവം. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് പറയാൻ, നമ്മുടെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഞാനിന്ന് ഒരേ കാര്യമാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ ഈ ആത്മീയ സംസാരമായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യേണ്ടത്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസം നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. പാപം വരുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് കുത്തുകൊള്ളും. അതുപോലെ നമ്മൾ കർത്താവിൻ്റെ നീതി നടപ്പാക്കാനായിട്ടുള്ളൊരു ശ്രമം നടക്കും. അതുപോലെ പിശാചിനെ തോൽപ്പിച്ചു, അവനെ ന്യായം വിധിച്ചു, അവനെ ഇനിയും എറ്റേണൽ ഹെല്ലിലേക്ക് അവനെ ഇടുമെന്നുള്ള ചിന്ത നമ്മൾ വരും. ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അന്നേരം ഇതെല്ലാം ഒരു മോട്ടിവേഷനാണ് നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ. അത് അവിടെ ഒരു ഡീഗ്രഡേഷൻ അല്ല, ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്, മറന്നു വരുന്നത്. അത് എവിടെയെങ്കിലും ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആത്മാവ് പുതുക്കി പണിഞ്ഞു കൊണ്ടുവരുന്നതായിട്ട് കാണാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നത് ആത്മാവിൽ കൂടിയുള്ള ഒരു ഡെലിവറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. ഇത് കുറച്ച് ഒരു 2-3 എപ്പിസോഡ് കൊണ്ട് ഞാനിത് പറഞ്ഞു തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാവിൻ്റെ ഘടകം നമ്മുടെ ഡെലിവറൻസിന് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാകും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ആത്മാവിൽ പുതുക്കം പ്രാപിക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണം. ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണം. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഞങ്ങളെ ബോധ്യം വരുത്തും. നീതിയും അതുപോലെ ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എപ്പോഴും ഇടവരുത്തണമേ. നിൻ്റെ ആത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്, പാപം ചെയ്ത് ദുഃഖിപ്പിക്കുവാനായിട്ട് ഇടവരരുത്.
പോകരുത്. കർത്താവെ, ഗ്രീവ് നോട്ട് ദ ഹോളി സ്പിരിറ്റ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ദുഃഖിക്കുവാനായിട്ട് ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുറുകെ പറ്റുന്ന പാപങ്ങളിലെ ആരെങ്കിലും ഇന്ന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിൻ പിശാച് ആണ് എന്ന് ഞങ്ങൾ അറിയുന്നു. പിശാചാണ് പാപം ചെയ്യാനായിട്ട് നമ്മളെ അനുവദിക്കുന്നത്. അതുകൊണ്ട് പിശാച് പാപം നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴേ അവൻ്റെ ഒരു ഗേറ്റ് വേ ആയി നമ്മുടെ ജീവിതങ്ങൾ തീരുന്നുവെന്ന് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൈശാചികമായിട്ടുള്ള കെട്ടുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ പിശാചിൻ്റെ അടിമത്വത്തിൽ നീ വിടുവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവരെ ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളിലെ പ്രയാസങ്ങളിലിരിക്കുന്ന കുടുംബങ്ങളെ, രോഗങ്ങളിലിരിക്കുന്ന കുടുംബങ്ങളെ, കടഭാരങ്ങളിലിരിക്കുന്ന കുടുംബങ്ങളെ ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക. കർത്താവേ, അവിടെ എല്ലാം കർത്താവേ, നിൻ്റെ സ്നേഹവും നിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അധിവാസവും ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ വ്യത്യാസങ്ങൾ അവിടെ ഈ ദിവസങ്ങൾ കാണുവാൻ കർത്താവെ സഹായിക്കണം. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപയിൽ എല്ലാവരും വളരുവാൻ കർത്താവെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തുടർമാനമായി കാണണം. എല്ലാ ദിവസവും 9:30 നിങ്ങളുടെ ഡിവൈസിൽ ഇത് കിട്ടുന്നതാണ്. എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണണം. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.